ഈ മൊബൈൽ വന്നതിന് ശേഷം അസോസിയേഷനിലുള്ള പല കുടുംബങ്ങളിലും പരാതികളുടെ പ്രവാഹം തന്നെയാണ്. ഒരു വഴിക്ക് മുമ്പ് ഇതാരാ 2 പ്രസിഡന്റ് വരുന്നില്ല. ആര് തോറ്റ് നടക്കുന്ന മെമ്പറും പ്രേമത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്ത പൂവാലനും കരയും പ്രസിഡന്റ് എന്നെക്കുറിച്ച് പൊക്കി പറയാണ് കേട്ടാ. എന്നെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളെ അസോസിയേഷന്റെ പ്രസിഡന്റ് പൊക്കി നിർത്തിയേക്കുക. നീ ഗ്രൂപ്പിൽ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, അസോസിയേഷന്റെ ഒരു പ്രവർത്തനത്തിനും നിന്നെ കാണുന്നില്ല. കുറ്റം പറയാൻ എല്ലാവനും ഉണ്ട്, പക്ഷേ നമ്മുടെ ഒരു പ്രവർത്തനത്തിന് ഇവരാരുമില്ല. കുറ്റം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. നമ്മളെ പരിസരത്തൊന്നും ലൈറ്റുകൾ പോലും കത്തുന്നില്ല. അതൊക്കെ ജയിച്ച മെമ്പറിന്റെ ജോലിയല്ലേ, അല്ലെങ്കിൽ തോറ്റ മെമ്പറെങ്കിലും ലിസ്റ്റ് തരണ്ടേ? നീ എന്ത് കാര്യത്തിനും നിങ്ങൾ ഈ അസോസിയേഷൻ പ്രസിഡന്റ് നെഞ്ചത്തോട്ട് കയറിയാ? ലൈറ്റിന്റെ കാര്യം എങ്ങനെ പറയുവാടേ? അത് തന്നെ പ്രസിഡന്റ്, അങ്ങനെയുള്ള സ്ട്രീറ്റ് ലൈറ്റിനെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് ഓരോ വീട്ടിൽ പാതിരാത്രി കയറി പോകുന്നത്. അയ്യോ, ചുമ്മാ ഏനാക്കി ജയിക്കാത്ത. കണ്ട ഓരോന്നിന്റെ വായിന്ന് വീണ കണ്ട. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട. നിങ്ങൾ കരയൊക്കെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ് അല്ലേ? ഈ തൊട്ടിൽക്കടവ് പ്രദേശത്തെ അസോസിയേഷൻ കൃത്യമായി ഊർജ്ജസ്വലമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കരയോഗവും അതെ. എന്ത് ഊർജ്ജസ്വലത? നിങ്ങൾ മദ്യമത്സരത്തിന് വേണ്ടി ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? അല്ലേ തോറ്റ മെമ്പർ. ഞങ്ങൾ ഓരോ കമ്മിറ്റിയിലും മദ്യത്തിനെതിരെ പ്രതിജ്ഞ ചെയ്യുന്നു. ബെസ്റ്റ് പ്രതിജ്ഞ. നിങ്ങൾ അവിടെ അതെടുത്തോണ്ടിരുന്നോ? കുടുംബശ്രീക്കാരെ മദ്യത്തിന്റെ കുപ്പി പറക്കി തളർന്ന് അങ്ങനെ പറഞ്ഞു. മഴയും വരുന്നല്ല, ചോദ്യങ്ങൾ വരുമ്പോ മഴയൊക്കെ വരും. അസോസിയേഷൻ ആയാലും കരയോഗമായാലും കമ്മിറ്റിയിൽ വന്ന് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അപ്പോഴേ അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. ബെസ്റ്റ്. കമ്മിറ്റിയിൽ വന്ന് എന്തെങ്കിലും ചുമതല എടുക്കാന്ന് വെച്ചാല് 1 വർഷം ഇതിനെക്കുറിച്ച് വിശാലമായി പഠിക്കാൻ പറയും. ഇതിന് മാത്രം എന്തോരം പഠിക്കേ. പണ്ട് 10ാം ക്ലാസ്സിൽ 210 മാർക്ക് വെച്ചോ പോലും ഇത്രയും പഠിച്ചിട്ടില്ല. കമ്മിറ്റിയിലൊക്കെ ഇവരെ ആൾക്കാർ തന്നെ മുന്നില് കേട്ടാ. ഇവരെ ചിറ്റപ്പനും കൊച്ചനും വല്യമ്മയും എന്നിട്ട് നമ്മളെ കരയോഗക്കാർ ചെയ്യുന്നതൊന്നും ഇവരറിയുന്നില്ല. കരയോഗത്തിന് കൊണ്ട് പാവപ്പെട്ട ഏതെങ്കിലും കുട്ടി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ പോലും നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടല്ല അഡ്മിഷൻ കൊടുക്കണേ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ ഞങ്ങൾ മരണ വീട്ടിൽ വന്നാൽ വില കൂടിയ പട്ട് വാങ്ങിച്ചാണ് പുതപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോ ഒരു സഹായം ചെയ്യാതിരുന്നിട്ട് മരിച്ചിട്ട് ഒരു പട്ടുകൊണ്ട് വിരിച്ചിട്ട് വല്ല കാര്യം. പ്രസിഡന്റ്, ഇവര് നിങ്ങളുടെ സമുദായത്തിലുള്ളതല്ലേ? നിങ്ങളിങ്ങനെ സ്വന്തം സമുദായത്തിനെ തന്നെ കരിവാരി തേച്ചാലേ നമുക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാവും? പുരോഗതി എന്ന് പറയുമ്പോഴേ മൊത്തത്തിലുണ്ടാവണം, അല്ല ചിലയിടങ്ങളിൽ മാത്രം എത്തിയാൽ പോരാ. പിന്നെ ഈ കരയോഗത്തിന് മൊത്തത്തിൽ അധിക്ഷേപിച്ചതല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ മൊത്തത്തിൽ പാളിച്ചകളും ഉണ്ട്.